ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും മമ്മൂട്ടി തന്നെ മികച്ച നടൻ നാലാമത് ദേശീയ പുരസ്കാരത്തിൽ മുത്തം വെച്ചിരിക്കുകയാണ് മമ്മൂക്ക. 72ാമത് ദേശീയ പുരസ്കാരം 72ാമത് നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് വൈകുന്നേരം 5:30 പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി മമ്മൂട്ടി എത്തിയിരിക്കുകയാണ്. അതെ, ഏറെ നാളായി നമ്മൾ കാത്തിരുന്ന, അർഹമായിട്ടും ലഭിക്കാതിരുന്ന ആ അവാർഡ്, അർത്ഥവത്തായിട്ടുള്ള ഒരു നാഷണൽ അവാർഡ് കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുകയാണ്. അതെ, വീണ്ടും മമ്മൂട്ടിയിലേക്ക് എത്തുമ്പോൾ അർഹിക്കുന്ന കൈകളിലേക്ക് ഒരു അവാർഡ് എത്തുന്നു. മികച്ച നടനായിരുന്ന ചോദ്യത്തിന് ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും മമ്മൂട്ടി തന്നെയാണ് അർഹനെങ്കിലും പല കുറി അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇക്കുറി എത്ര തഴഞ്ഞാലും ഒരുപക്ഷെ നമ്മൾ അഴകിയ രാവണനാഥിലെ ഫൈനൽ ഡയലോഗ് പോലെ വെറുപ്പിന അവസാനം എന്നോടുള്ള ഇഷ്ടം തോന്നുമെന്ന് പറഞ്ഞ പോലെ എത്ര നാൾ കൊടുക്കാതിരുന്ന് അവസാനം ഈ ഒരു ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് കൊടുക്കേണ്ട അവസ്ഥ എല്ലാവരെയും കൊണ്ടും എത്തിക്കുന്ന ഒരു കാര്യമായി മാറുന്നു എന്ന് തന്നെ പറയും. പൂർണ്ണമായും 100% അർഹിക്കുന്ന ഒരു ദേശീയ പുരസ്കാരം കുറേ നാളുകൾക്ക് ശേഷം നമ്മളിവിടെ കാണുകയാണ്. മതിലുകളിലൂടെയും ഒരു വടക്കൻ വീരഗാഥയിലൂടെയും 1989 ആദ്യമായി മികച്ച നടനായപ്പോൾ ദേശീയ പുരസ്കാരത്തിൽ മുത്തം വെച്ചപ്പോൾ, പൊന്തന്മാടയും വിധേയനിലൂടെ 93 രണ്ടാം വട്ടവും, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിലൂടെ 98 മൂന്നാം തവണ എത്തിയപ്പോൾ മമ്മൂട്ടി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടുന്ന വ്യക്തിയായി മാറുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ കവർ ചെയ്യാൻ മലയാളത്തിൽ ആരുമുണ്ടായില്ല. ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിനെ വെല്ലാൻ ഒരേ ഒരു നടനേ ഉണ്ടായിരുന്നുള്ളൂ, അമിതാഭ് ബച്ചൻ. നമുക്കറിയാം പല വർഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ അവാർഡ് തട്ടിയെടുത്തത് അമിതാഭ് ബച്ചനാണ്. നമുക്കറിയാം ഹിന്ദി ലോബിയുടെ ഒരു അതിപ്രസരം കൊണ്ടുണ്ടായ കാര്യമാണെന്നറിയാം. അല്ലെങ്കിൽ ആ നാഷണൽ അവാർഡെല്ലാം ഇവിടെ പോരേണ്ടതാണ്. എന്തായാലും വീണ്ടും 4ാം വട്ടം 2026 മമ്മൂട്ടി വീണ്ടും മുത്തമിടുകയാണ്. ഒരു പക്ഷേ ഈ 2000 മുതൽ 2026 വരെ മിനിമം ഒരു 10 തവണയെങ്കിലും ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് പോരേണ്ടതാണ്. അതിലൊരു 7 തവണയെങ്കിലും മമ്മൂട്ടിക്ക് ലഭിക്കേണ്ടത് പൂർണ്ണമായും അർഹമായതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഇക്കുറി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു കറ കളഞ്ഞ രീതിയിലുള്ള ഒരു അവാർഡ് നിർണ്ണയമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിൽ മികച്ച നടന് ലഭിക്കേണ്ട അവാർഡ് അത് മമ്മൂട്ടിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അതിൽ വലിയ സന്തോഷം തന്നെയാണ്. പലപ്പോഴും ജൂറിയിൽ അന്ധന്മാരെ കൊണ്ട് നിറയുമ്പോൾ ഇക്കുറി അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാവുക തന്നെയാണ്. എന്തായാലും ഒരു വലിയ സന്തോഷമാണോ, അതിഗംഭീരമായ അതിമനോഹരമായ വലിയ രീതിയിലുള്ള ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം തന്നെയാണ് മലയാളത്തിലേക്കൊരു ദേശീയ പുരസ്കാരം എത്തുമ്പോൾ, അതും അർഹമായ ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിലൂടെ മമ്മൂട്ടിക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് അത്രത്തോളം സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തന്നെയാണ്. ഒരു മലയാളി എന്നുള്ള ലെവലിൽ, ഒരു മമ്മൂട്ടി ആരാധകൻ എന്നുള്ള ലെവലിൽ, ഒരു പൂർണ്ണമായും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ നമുക്ക് അത്രത്തോളം സന്തോഷം തന്നെ ലഭിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം ഇത് അർഹിക്കപ്പെട്ടത് തന്നെയാണ്. ഇതിനൊപ്പം തന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും മികച്ച നടന്മാർക്കുള്ള സഹനടന്മാർക്കുള്ള അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു. അത്ര ഗംഭീര പ്രകടനമായിരുന്നു. എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും ഇതിനകത്തിലേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാലും ലഭിച്ചിരിക്കുന്നു 2ഓളം അവാർഡുകളാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സന്തോഷം. വീണ്ടും അടുത്ത വർഷവും മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിക്കട്ടെ. 5ാമത് ദേശീയ പുരസ്കാരം ലഭിക്കാനും 6ാമത് ദേശീയ പുരസ്കാരം ലഭിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ് മമ്മൂക്ക. നമുക്കറിയാം ഇനിയും വരുന്നത് നമുക്കുള്ളത് ഇക്കുറി ദേശീയ പുരസ്കാരം മികച്ച നടനായി മമ്മൂക്ക പങ്കുവച്ചിരിക്കുന്നത് കാർത്തിക് ആര്യനൊപ്പം തന്നെയാണ്. അതായത് ചന്തു ചാമ്പ്യൻ എന്നുള്ള ചിത്രത്തിനും ഈ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും കമൻസുകൾക്കും കാര്യമായി വരാം. നമ്മളേവരും കാത്തിരുന്നതാണ്. മമ്മൂട്ടി ആയതുകൊണ്ട് പലവട്ടവും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് നമ്മളും പലരും വിചാരിച്ചുവെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, എത്ര തഴഞ്ഞാലും ഒരു ദിവസം കൊടുക്കേണ്ടി വരും. ഇനി വരുന്ന 2 വർഷങ്ങളിലും മമ്മൂക്ക തന്നെ ദേശീയ പുരസ്കാരം നേടുമെന്നുള്ളതിനും സംശയങ്ങളൊന്നും വേണ്ട. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി വരാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയ.